ഗുരുവായൂരിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കശുവണ്ടി ഇല്ലാതെ എങ്ങനെ നമുക്ക് കശുവണ്ടി കൊണ്ടുള്ള ഉണ്ട ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ആ ഉണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാൻ എടുത്തിരിക്കുന്നത്, നമ്മൾ ഇതിൽ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്മൾ അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസും എടുക്കണം. അത് കൂടാതെ തന്നെ നമ്മൾ അവിലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ അവിലെന്ന് പറഞ്ഞാൽ നമ്മൾ നാടൻ അവിലാണ്, നമ്മൾ ലൂസ് മേടിച്ചതാണ്. അപ്പോൾ 1 കിലോ അവിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മളിതിൽ പൊട്ടുകടലയാണ് ചേർക്കുന്നത്. ഈ പൊട്ടുകടല മിക്സറിലുള്ള പൊട്ടുകടല കേട്ടോ. ഈ പൊട്ടുകടലയ്ക്ക് പകരം നിങ്ങൾക്ക് വേറെ എന്ത് സ്നാക്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. അതുപോലെ അണ്ടിപ്പരിപ്പ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ മറ്റേ ബദാം ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന എന്തെങ്കിലും മറ്റേ സ്നാക്സ് എന്ത് ഐറ്റംസ് വേണമെങ്കിലും നമുക്കിത് ഉപയോഗിച്ചാൽ. ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഇതാണ്, ഈ പൊട്ടുകടലയാണ്. അപ്പോൾ നമുക്ക് അധികം കാശില്ലാത്തൊരു കാര്യമായതുകൊണ്ട് പൊട്ടുകടല നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ പിന്നെ അതിലേക്ക് നമ്മൾ ഒരു 3/4 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. അത് കുറച്ച് പൊടിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇതിൽ. ഓക്കെ, ഇനി നമുക്ക് ഉണ്ടാക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ആ തേങ്ങ ഒന്ന് മറ്റേ വറുത്തെടുക്കണം നമുക്ക്. പക്ഷെ അത് വല്ലാണ്ട് ഒരു ചുവപ്പ് കളർ ഒന്നും ആവൊന്നും വേണ്ട, ഒന്നങ്ങനെ വറുത്തെടുക്കുകയാണ്. അപ്പം നമ്മളിതിങ്ങനെ നമ്മൾ നാളികേരം നല്ലോണം ചുവന്ന കളറ് വരണം എന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് അങ്ങനെ ആവണമെന്നില്ല. അതിലത്തെ വെള്ളം ഒന്ന് വലിയാൻ വേണ്ടിയിട്ട് ഈ നാളികേരത്തിൽ ഒരു നീരുണ്ടാവില്ല, ഒരു വെള്ളം. അപ്പോൾ ആ വെള്ളം ഒന്ന് വലിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാന്നേ. അപ്പോൾ അതൊന്ന് അടി കരിയാതെ നോക്കണം. അപ്പോൾ ഇത് ഏകദേശം ഒരു ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു രീതിയിൽ, ഒരു വെള്ളം അങ്ങനെ ഇല്ലാത്തൊരു രീതിയിൽ നമുക്ക് ആക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ബ്രൗൺ കളർ ആവണമെന്നില്ല, തടി പിടിക്കാതെ നോക്കണം. നാളികേരാണത്. ഇതായിട്ടുണ്ട്, നമുക്ക് ഇറക്കി വയ്ക്കാം. നാളികേരം വറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും. അത് എല്ലാ വീട്ടിലുകാർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ അവല് നമ്മൾ വറക്കാന്ന് പറയുമ്പോൾ ഒരുപാടൊന്ന് നമ്മൾ വറുത്തിട്ട് ഇങ്ങനെ നല്ല റെഡ് കളറായി വരുന്ന അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവല് നമുക്ക് ഒന്ന് നല്ല നമ്മളിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ അങ്ങനെ നമ്മളെടുത്തിട്ട് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ അങ്ങനെ പടപെടാന്ന് പൊട്ടണം. അങ്ങനെ ഒരു ഉടയുന്ന രീതിയിലായിരിക്കണം. ആ രീതിയിൽ അത്ര മാത്രം ചെയ്താൽ മതി. അത് നമുക്കൊന്ന് വറുത്തെടുക്കാം. അതുപോലെ തന്നെ ഇത് അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്ര റെഡിയായി മതി കേട്ടോ. നല്ല റെഡ് കളർ ആവണം അങ്ങനെയൊന്നുമില്ല. നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ പടപെടാന്ന് പൊട്ടണം, അത്രേ വേണ്ടുള്ളൂ. അങ്ങനെ ആയി കിട്ടിയാൽ മതി കേട്ടോ. ഓക്കെ, നമ്മൾ അവല് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവല് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ അവില് വറുത്ത് നമ്മൾ നേരെ നമ്മുടെ നാളികേരം വറുത്ത് വെച്ചതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊട്ടുകടല ഒന്ന് വറുത്തെടുക്കാം. ഓക്കെ, ഇങ്ങനെയുള്ള പാചകങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റംസാണ്. അത് നമുക്ക് ഒരുപാട് സാധനങ്ങൾ വേണ്ട, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്നതും നല്ല ഹെൽത്തിയാണ്. ശർക്കരയൊക്കെ എന്ന് പറഞ്ഞാൽ ശർക്കര നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത്രയും നല്ല സാധനം ശർക്കര. അപ്പം നമ്മൾ മേടിച്ചിരിക്കുന്ന ശർക്കര എന്ന് പറഞ്ഞാൽ ഇത് മറയൂർ ശർക്കരയാണ്, ഉണ്ട ശർക്കര. അടിപൊളി ശർക്കരയാണ്, നല്ല ഹെൽത്തി ശർക്കരയാണ്. അപ്പോൾ നമുക്ക് ഈ
കടല ഒന്ന് വറുത്തെടുക്കണം നമുക്ക്. അപ്പം അതിൻ്റെ ഒരു പ്രിപ്പറേഷനാണ് ഇത്. നാളികേരം വറുത്ത് വെച്ചു, അതുപോലെ അവല് നമ്മൾ വറുത്ത് വെച്ചു. ഇപ്പോൾ നമ്മൾ പൊട്ടുകടലയും വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്നടിക്കണം. മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അപ്പം അതിൽ കുറച്ചുകൂടി ഒരു സ്മെല്ല് ടേസ്റ്റൊക്കെ വരാൻ വേണ്ടി നമുക്ക് ഒരു 3-4 ഏലക്ക പൊളിച്ചിട്ട് അതിൻ്റെ കുരു മാത്രം മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് നമ്മളൊന്ന് ഒരു പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതിലോട്ട് ഇടണം കേട്ടോ. അപ്പോൾ നമ്മൾ അതെല്ലാം കൂടി അവല് നമ്മൾ വറുത്തെടുത്തു, പൊട്ടുകടല വറുത്തെടുത്തു, നാളികേരം വറുത്തെടുത്തു. എന്നിട്ട് അതെല്ലാം കൂട്ടിയിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളത് ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ ശർക്കര, നമ്മൾ ഒരു 3/4 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ഈ ശർക്കര നമുക്കൊന്ന് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് പാനിയാക്കി എടുക്കണം. ഓക്കെ, നമ്മൾ ഇനി ഇത് മറ്റേ ശർക്കര നമ്മളൊരു 3/4 പാത്രം ശർക്കര നമ്മൾ ഇടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പാനിയാക്കി എടുക്കണം നമുക്ക്. അപ്പോൾ ഞാൻ പാനിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ളൊരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെയാണോ? അപ്പോൾ നമ്മൾ ശർക്കര നമ്മളൊന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നമ്മൾ പാനിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ശർക്കര പാനി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ അങ്ങനെ ഒട്ടൽ വരണം. അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ഒട്ടൽ വരേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അത് തിളച്ച് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ അതായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഇനി റെഡി ആയിട്ടുണ്ട്. അപ്പം അതൊന്ന് തിളച്ച് ഒന്ന് പൊന്തി വന്നാൽ മാത്രമല്ല, നമുക്ക് വെറുതെ നൂല് പോലെ നാവണം അങ്ങനെയൊന്നുമില്ല. അപ്പം നമ്മൾ സാധാരണ ശർക്കരപ്പാനി ഉണ്ടാക്കുമ്പോൾ അത് നൂല് പോലെ ഒട്ടണം എന്ന് പറയും. അപ്പോഴാണ് ശർക്കരപ്പാനി ആവുന്നത്. ഇത് അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്ക് അത് നനയാനുള്ള അത്രയും നമുക്ക് വേണം. അപ്പം അത് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കാം. നമുക്കിതിലൊന്ന് അരിച്ചെടുക്കാം. നമുക്ക് അരിച്ചെടുക്കുമ്പോൾ എന്താ വെച്ചാൽ അതിൽ വല്ല കല്ലോ മറ്റേ ശർക്കര ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നമുക്ക് കേട്ടോ, അരിച്ചെടുക്കാം കേട്ടോ നമ്മൾ. അപ്പം അതിൽ വല്ല കല്ലോ പൊടിയോ അങ്ങനെയൊക്കെ എന്തുണ്ടെങ്കിലും പൊക്കോളും. കാരണം സാധാരണ ശർക്കരയിൽ ഉണ്ടാവാറുണ്ട് അങ്ങനെ ചെറിയ ചെറിയ കല്ല് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെറ്റർ ആണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത്. ഇങ്ങനെ ആവശ്യത്തിനുള്ള ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള ഒഴിച്ചാൽ മതി ഇങ്ങനെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുറേശ്ശെ എടുക്കുന്നത്. ഒരു ഇളം ചൂടോട് തന്നെ നമ്മൾ ഈ ലഡു ഒക്കെ നമ്മൾ ഉരുട്ടിയെടുക്കില്ലേ, അതേപോലെ നമുക്കിങ്ങനെ നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാം. ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും, നല്ല ടേസ്റ്റി ആയിരിക്കും. അതേപോലെ തന്നെ നമ്മളൊരു 4 മണി പലഹാരം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണത് കേട്ടോ. പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ, അതുപോലെ തന്നെ നല്ല രസമായിട്ടുള്ള നല്ല രുചിയോട് കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണത്. ഇപ്പോൾ നമ്മൾ ആ ഉരുക്കി വെച്ച പാനി ഉരുക്കിയ പാനി നമ്മൾ അതിലോട്ട് ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു ഇളം ചൂടിൽ നമ്മളിതിനെ ഉരുട്ടിയെടുക്കണം. നമ്മൾ ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ടായിരിക്കും. ഇത് നമ്മൾ 4 മണി ചായക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു മറ്റേ സ്നാക്സ് ആയിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് കഴിക്കാം. പിന്നെ ഇത് 1 ദിവസം 2 ദിവസമൊക്കെ നമുക്ക് വെളിയിൽ വെക്കാം. അത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചോളണം, അല്ലെങ്കിൽ ചിലപ്പോൾ നൂല് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ പറയാം. ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കശുവണ്ടി ഉണ്ട എന്ന് പറയും. നമ്മളത് സ്നാക്സിൽ വേറെ ചേർത്തിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ നല്ല രുചിയുള്ള ഐറ്റംസ് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.